ഹായ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖത്തിന് പ്രാർത്ഥിക്കണം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് രസമാണ് കേട്ടാ. അപ്പോൾ അതിൻ്റെ വീഡിയോ തയ്യാറാക്കാണ്. അപ്പോൾ എല്ലാവരും രസം ഉണ്ടാക്കാൻ റെഡി ആയിക്കോളും. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ട് അതിനനുസരിച്ച് ഉണ്ടാക്കുക. അതിനൊരു മിക്സിയുടെ ജാറെടുത്ത് അതിൽ തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത്, മല്ലിയും നല്ല ജീരകം ഇട്ട് കൊടുത്ത്, ഇഞ്ചി വെളുത്തുള്ളി അത് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത്, മല്ലിയില പുതിന അത് സ്വല്പം ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് ഇട്ട് കൊടുത്ത്, ഉലുവ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്ത്, ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പുളി പിഴിഞ്ഞിട്ട് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ഒഴിച്ചു കൊടുത്തിട്ട് മിക്സി അടച്ച് വെച്ച് നമ്മൾ അത് അരച്ചെടുത്തിട്ട് ഇതേപോലെ നമ്മൾ ഒരു അരിപ്പയിലേക്ക് അരിച്ചു കൊടുക്കുക. ആ ഉണ്ടാക്കുന്ന ചട്ടിയിലേക്കാണ് ഞാൻ ഇത് അരിച്ചു കൊടുക്കുന്നത്. ആ അരിച്ചു കൊടുത്തിട്ടുള്ള ആ മസാല എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അത് നമുക്ക് റോസ്റ്റ് ചെയ്യാതെടുക്കാനാണ്. ഇനി അതിൽ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് തിളക്കാൻ വേണ്ടിയിട്ട് കത്തിക്കുക. അപ്പം അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മസാല റെഡിയാക്കാം. അതിനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ആ എടുത്ത് വെച്ച മസാലയില്ലേ അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഗ്രൈൻഡറിലിട്ടിട്ട് ചെറുതായി ഒന്നും കൂടെ പൊടിച്ചെടുക്കാം. അപ്പോൾ നല്ല കുറച്ച് നൈസായിട്ട് കിട്ടും. ഇനി ആ മസാല നല്ലോണം ചട്ടിയിലിട്ട് നല്ലോണം ഡ്രൈ ആക്കി എടുക്കുക. പിന്നെ ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഏകദേശം അത് നല്ല ബ്രൗൺ കളറായി. എന്നിട്ട് അതിൽ ഉണങ്ങിയ മുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. കറിവേപ്പില, മല്ലിയില ചെറുതായി അരിഞ്ഞ് വെച്ചത് അത് ഇട്ട് കൊടുത്തിട്ട്, കായം പൊടിച്ച കായം ഉണ്ടായിരുന്നു അതിട്ട് കൊടുക്കുക. കുരുമുളകിൻ്റെ പൊടി അതും കൂടെ ഇട്ട് ഒന്നും കൂടെ ഡ്രൈ ആക്കി എടുക്കുക. അങ്ങനെ റോസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. അങ്ങനെ റോസ്റ്റ് ആക്കിയിട്ട് സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാതും കൂടെ നല്ല ബ്രൗൺ കളറായി. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചുള്ള ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഫുള്ള് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അത് ഒരു 2 സെക്കൻഡ് ഒന്ന് വെക്കണം കേട്ടോ. എന്നിട്ട് അത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ രസം റെഡിയായി. അപ്പോൾ എല്ലാവരും ഈ ഹെൽത്തി ആയിട്ടുള്ള രസം ഉണ്ടാക്കുക.